Hello my dear students, once again all of you welcome to this video, and so far we are discussing assessment of trust. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അസസ്മെൻറ്റ് ഓഫ് ട്രസ്റ്റിൽ പറഞ്ഞത്? ലാസ്റ്റ് വീഡിയോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. എത്ര പെർസെൻറ്റേജ് 85% എന്ത് ചെയ്യണം, അവർ ചാരിറ്റബിൾ ഓർ റിലീജിയസ് ട്രസ്റ്റ് ഷുഡ് യൂട്ടിലൈസ് ദെയർ ഇൻകം ഫോർ ദ സ്പെസിഫൈഡ് സെഡ് പർപ്പസ്, മീൻസ് ദേ ക്യാൻ അക്യുമുലേറ്റ് 15%. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് ടാക്സേഷൻ ഓഫ് ബിസിനസ് ഇൻകം. അതുപോലെ തന്നെ സെക്ഷൻ 11 നമ്മൾ എക്സംപ്റ്റഡ് ഇൻകംസ് ഏതൊക്കെയാണെന്നുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ എക്സംപ്റ്റഡ് ഇൻകംസ് നമ്മൾ പറഞ്ഞല്ലോ, ഒരു 8 ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ 85% നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു എക്സംഷൻ, ഫുൾ ഇൻകം എക്സംഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസാണ് ഫുൾഫിൽ ചെയ്യേണ്ടത്? ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് തിങ് ഈസ് ടാക്സേഷൻ ഓഫ് ബിസിനസ് ഇൻകം. ബിസിനസ് ഇൻകം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കേസിൽ എപ്പോഴാണ് ടാക്സബിൾ ആവുക? അവിടെ ഫസ്റ്റ് കൊടുത്ത സെൻറ്റൻസ് നോക്കിയത്, ഇൻകം ഓഫ് എ ട്രസ്റ്റ് ഫ്രം ബിസിനസ് ഷാൽ നോട്ട് ബി എക്സംപ്റ്റ് അൺലെസ് ദ ബിസിനസ് ഈസ് ഇൻസിഡൻ്റൽ ടു ദി അറ്റൈൻമെൻറ്റ് ഓഫ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി ട്രസ്റ്റ് ആൻഡ് സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ് ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് ബിസിനസ്. മീൻസ് ഇഫ് ദ ട്രസ്റ്റ് ഈസ് ഡൂയിങ് എ ബിസിനസ്, ആ ബിസിനസ് ഈ ട്രസ്റ്റിൻ്റെ ഒബ്ജക്റ്റീവിൻ്റെ ഇൻസിഡൻ്റൽ ആക്ടിവിറ്റി ആണ് എങ്കിൽ ആ ഇൻകം ഫ്രം ബിസിനസ് എക്സംപ്റ്റഡ് ആണ്. അതർവൈസ് ഇഫ് ദാറ്റ് ഈസ് നോട്ട് ഇൻസിഡൻ്റൽ ടു ദി അറ്റൈൻമെൻറ്റ് ഓഫ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി ട്രസ്റ്റ്, then that income from business shall be taxable. Okay, next thing എന്ന് പറയുന്നത് conditions prescribed for exemption under section 11 and 12 means for availing the exemption from income tax in respect of the income derived from property or by way of voluntary contributions by charitable or religious trust will be given only if the following conditions are fulfilled. ഓക്കെ, അപ്പോൾ ചാരിറ്റബിൾ ഓർ റിലീജിയസ് ട്രസ്റ്റ് എക്സംഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദി കണ്ടീഷൻസ് ദേ ഹാവ് ടു ഫുൾഫിൽ? സെക്ഷൻ 11 എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. അപ്പോൾ ഈ എക്സംഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ഓഫ് ദി ട്രസ്റ്റ് ഈസ് എ മസ്റ്റ്. The person in receipt of the income makes an application for the registration of the trust or the institution to the principal commissioner or commissioner of income tax. For registration of trust is a must for availing this exemption. Okay, procedure for registration that we can see now. Second thing എന്ന് പറയുന്നത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഇൻകം, the total income of the charitable trust or institution before exemption under section 11 and 12. Before deducting section 11 and 12, exemptionൻ്റെ മുന്നേ ഒരു ട്രസ്റ്റിൻ്റെ ഇൻകം 250,000 എക്സീഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ 250,000 ആണ് ദ മിനിമം ടാക്സബിൾ amount, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ദ മാക്സിമം എമൗണ്ട് വിച്ച് ഈസ് നോട്ട് ചാർജബിൾ ടു ഇൻകം ടാക്സ്, അല്ലേ? മിനിമം ടാക്സബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 250,000 ആണ്. അതിൽ എക്സീഡ് ചെയ്യുന്ന ഇൻകം ഉള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെങ്കിൽ ദേ ആർ റിക്വയർഡ് ടു ഗെറ്റ് ദെയർ അക്കൗണ്ട്സ് ഓഡിറ്റഡ് ബൈ എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആൻഡ് എ കോപ്പി ഓഫ് ദി ഓഡിറ്റ് റിപ്പോർട്ട് ഡ്യൂലി സൈൻഡ് ആൻഡ് വെരിഫൈഡ് ബൈ ദിസ് അക്കൗണ്ടൻറ്റ് ഷുഡ് ബി സബ്മിറ്റഡ് അലോങ് വിത്ത് ദി റിട്ടേൺ ഓഫ് ഇൻകം. ഓക്കെ, അപ്പോൾ 2 കണ്ടീഷൻസ് ആണുള്ളത്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ദ ട്രസ്റ്റ് ഷുഡ് ബി എ രജിസ്റ്റേർഡ് ട്രസ്റ്റ് ആവണം. രണ്ടാമത് മിനിമം ടാക്സബിൾ ലിമിറ്റിൽ എക്സീഡ് ചെയ്യുന്ന ഇൻകം ഉണ്ട് എങ്കിൽ, അതായത് എക്സംഷൻ 11 ആൻഡ് 12 മൈനസ് ചെയ്യുന്നതിന് മുന്നേ 250,000 എക്സീഡ് ചെയ്യുന്ന ഇൻകം ഉണ്ടെങ്കിൽ ദാറ്റ് ട്രസ്റ്റ് ഈസ് റിക്വയർഡ് ടു get its accounts audited by a chartered accountant and audit report should be given along with the return of income. ഓക്കെ, അപ്പോൾ ഇനി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ആർക്കാണ് ഈ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്? ആപ്ലിക്കേഷൻ ഷുഡ് ബി ഗിവൺ ടു ദി പ്രിൻസിപ്പൽ കമ്മീഷണർ ഓർ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ആൻഡ് ഓൺ റിസീറ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ദിസ് principal commissioner or commissioner shall call for documents and information and hold enquiries to satisfy himself about the genuineness of the trust or the institution.
ജെനുവിൻ ആയിട്ടുള്ളൊരു ട്രസ്റ്റ് ആണെന്നുള്ളത് എൻഷുർ ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ റിക്വസ്റ്റ് ചെയ്യും. And if he is satisfied with the objects and genuineness of the trust or the institution, he will grant registration in writing. If he is not satisfied, he will reject the grant of registration in writing. Both registration grant ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഡിനൈ ചെയ്തിട്ടുണ്ടെങ്കിലും റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ടും എന്ത് ചെയ്യും? ഇൻ റൈറ്റിംഗ് ദാറ്റ് വിൽ ബി ഗിവൺ. And the order of granting registration or refusing registration has to be passed within 6 months from the end of the month in which the application is received. റൈറ്റ്, അപ്ലിക്കേഷൻ റിസീവ് ചെയ്ത ആ മന്തിൻ്റെ എൻഡ് തൊട്ട് 6 മന്ത്സിൻ്റെ ഉള്ളിൽ ഒന്നെങ്കിൽ രജിസ്ട്രേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ റിജക്റ്റ് ചെയ്തതായിട്ട് അറിയിക്കണം. Okay, in between, if the principal commissioner or commissioner is satisfied that the activities of the trust are not genuine or are not being carried out in accordance with the objects of the trust, after giving a reasonable opportunity of being heard to the concerned trust, he will pass an order in writing cancelling the registration. അപ്പോൾ രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്തും തോന്നിയ പോലെ ചെയ്യാനൊന്നും പറ്റില്ല. അത് പ്രിൻസിപ്പൽ കമ്മീഷണർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യും? ദാറ്റ് വിൽ ബി ഗിവൺ ടു ദി ട്രസ്റ്റ്. an opportunity of being heard will be given, and after that cancellation ജെനുവിൻ അല്ല എന്നുള്ളത് തോന്നിയിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ വിൽ ബി ക്യാൻസൽഡ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാനുള്ളത്. ഓക്കെ, സോ സിമ്പിൾ തിങ്.